എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ടിൻ ഫിഷ് കൊണ്ടുള്ള ഒരു സൂപ്പർ ഫിഷ് കട്ട്ലറ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ചെറിയ സ്ലൈസാക്കി ഒന്ന് പുഴുങ്ങിയെടുക്കണം. തൊലിയോടുകൂടെ നമുക്ക് പുഴുങ്ങാം. ഒന്ന് ഈർക്കിലോണ്ട് കുത്തി നോക്കിയാൽ അത് വെന്തോന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാനിനകത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ഇടാം, അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം തന്നെ. ഇപ്പം ഞാൻ ഈ വൈറ്റ് മീറ്റ് ട്യൂണ ആണ് യൂസ് ചെയ്യുന്നത്, വെള്ള ചൂര എന്ന് പറയും. വഴന്ന ഉള്ളിക്കകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇടണം, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഉപ്പും എരിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ഫ്ലേവറെല്ലാം നന്നായിട്ട് ഉള്ളിൽ പിടിച്ച് നന്നായിട്ട് വഴലുമ്പോൾ നമുക്കതിനകത്തേക്ക് ഈ ടിൻ ഫിഷിനകത്ത് എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം ആ ടിൻ ഫിഷ് മാത്രമേ ഇടാവൂ അതിനകത്തേക്ക്. ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില, അതുപോലെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മീനെല്ലാം നന്നായിട്ട് പൊടിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് വഴലുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എണ്ണമയം മുഴുവൻ മാറി നല്ലപോലെ തോരണം. അതുവരെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ചെറിയ തീയിലിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് തോർന്ന് കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിൻ്റെ തോല് കളഞ്ഞ് നമ്മൾ പൊടിച്ച് ചേർക്കണം. നന്നായിട്ട് പൊടിയണം എല്ലാം കൂടെ. അപ്പോൾ ഇത് മസാലയും ഇതും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി, വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തോരും. അപ്പം നന്നായിട്ട് ഇളക്കി ചേർക്കാം നമുക്കിത്. അതിനുശേഷം ഒരുപോലത്തെ ഉരുളകളാക്കി നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടി വയ്ക്കണം. ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെ ചെയ്യണം. എന്നിട്ട് സ്പൂണിനകത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നമുക്കെടുക്കാം. ഞാൻ ഓവൽ ഷേപ്പ് സ്പൂണാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പ് സ്പൂണാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്യാം. അങ്ങനെ ഇതെല്ലാം നമുക്ക് ആ ഷേപ്പിലൊന്ന്, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഒരുപോലെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. വറക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒരുപോലത്തെ ഷേപ്പിൽ ആക്കി വെച്ചു. അപ്പോൾ അതിന് ശേഷം ഇനി ഇത് മുട്ടയ്ക്കകത്ത് മുക്കി വേണം. അപ്പം മുട്ടയുടെ വെള്ളയാണ് ഏറ്റവും നല്ലത്. ഉണ്ണിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കിട്ടത്തില്ല മുട്ട മുക്കാനായിട്ട്. അപ്പം വെള്ള മാത്രം എടുത്ത് നന്നായിട്ട് അത് അടിച്ച് പതപ്പിക്കുന്നതാണ് കൂടുതൽ മുട്ട മുക്കാനായിട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ആ മുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം റൊട്ടിപ്പൊടി കൊണ്ട് കവർ ചെയ്യണം. അങ്ങനെ അതെല്ലാം റൊട്ടിപ്പൊടി കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് വറക്കാൻ. ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ ചട്ടിയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. 2-3 എണ്ണം വെച്ച് വറുത്താൽ മതിയല്ലോ. പരന്ന പാത്രമാണെങ്കിൽ ഒരുപാട് വേണം. അതിനകത്തോട്ടൊരു റൊട്ടിപ്പൊടിയുടെ കഷ്ണം ഇട്ട് നോക്കി അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം വേണം, ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണം എണ്ണയ്ക്കകത്തേക്ക് ഇടാനായിട്ട്. അതുപോലെ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ഭാഗം പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് തിരിച്ചിടണം. അപ്പോൾ ആ മുട്ടയുടെ കോട്ടിങ് വട്ടത്തിൽ അതങ്ങ് കുക്ക്ഡായിട്ട് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഒത്തിരി തണുത്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാൽ എണ്ണ തണുത്തു പോവും. ആ സമയത്തും നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോവും. എണ്ണയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ അതും ശ്രദ്ധിക്കണം. നേരത്തെ എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇടയ്ക്ക് നമ്മൾ തിരിച്ചിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള പരുവത്തിന് നമുക്കത് വറുത്തെടുത്താൽ മതി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിലെ ഓൾ എന്നുള്ള സെലക്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ടിൻ ഫിഷ് ഇല്ലെങ്കിൽ ഈ വെളുത്ത ചൂര വാങ്ങിയതിന് ശേഷം ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് പുഴുങ്ങി കഷ്ണങ്ങളാക്കി പുഴുങ്ങി പൊടിച്ച് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ കട്ട്ലറ്റ് റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.